മഴത്തോരു മുമ്പയുടെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ നിന്ന് ഭക്ഷണമൊന്നും കഴിക്കാതെ നേരത്തെ തന്നെ അമ്മയെ കാണണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ രോഹി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അമ്മയെ കാണാൻ വേണ്ടിയിട്ട് വൈകിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ കൃഷ്ണമോളാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ അമ്മ എനിക്ക് ക്ലാസ് ഉണ്ട്, പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് അങ്ങ് പോയാൽ മതിയല്ലോ. എന്നാൽ ഈവനിങ്ങിലാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം അമ്മയുടെ അടുത്ത് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ കൊടുങ്ങുമല്ലോ. ഇതെന്തൊരു നേർച്ച പോലെയാണ്, പോയിട്ടില്ലെങ്കിൽ ഉറക്കം കിട്ടില്ല എന്നുള്ള കാര്യമൊക്കെയാണ് തോന്നുന്നതെന്നൊക്കെ കൃഷ്ണമോൾ കളിയാക്കിയൊക്കെ ചോദിക്കുന്നുണ്ട്. നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് രോഹി അവിടുന്ന് ഇറങ്ങുന്നുണ്ട്. പക്ഷെ രോഹിയുടെ പതിവ് പോലത്തെ ഒരു സ്വഭാവമൊന്നുമില്ല, എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ളത് പോലെയൊക്കെ ആള് മൊത്തത്തിലൊന്ന് പരിങ്ങുന്നു, എന്തോ ഒരു കള്ളത്തരമുള്ളത് പോലെയാണ് നമ്മുടെ അലീനയ്ക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അതിനെക്കുറിച്ചിട്ട് ഭവിതയൊക്കെ ഭക്ഷണം കഴിച്ച് പോയതിന് ശേഷമാണ് ബാലേന്ദ്രൻ്റെ അടുത്ത് സൂചിപ്പിക്കുന്നത്, രോഹിയുടെ പോക്കച്ച ഒട്ടും ശരിയല്ല എന്നുള്ള കാര്യം. അതെന്താ നിനക്ക് അങ്ങനെ തോന്നിയത്? അവൻ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് പോലെയല്ല തോന്നിയത്, കാരണം അവൻ എന്തോ വലിയ ടെൻഷനുണ്ട് അച്ഛ. അതിൽ നിന്ന് തന്നെ എന്തോ ഒരു കള്ളത്തരമുണ്ട്. ഒരുപക്ഷെ അവൻ ഇന്ന് ക്ലാസ്സിൽ പോവാതെ മറ്റെങ്ങോട്ടെങ്കിലും പോവായിരിക്കോ. എന്തായാലും ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, അവിടെ ചെന്നാൽ അറിയാലോ അവൻ അവിടെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അതിനുശേഷം നമുക്ക് നോക്കാം എന്നുള്ള കാര്യമാണ് ബാലേന്ദ്രൻ പറയുന്നത്. അപ്പോഴേക്കും നമ്മുടെ ശരണ്യാണെന്നുണ്ടെങ്കിൽ ഹരി പറഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണേ. ഹരി ബൈക്കിൽ വന്നിട്ട് അവളെ പിക്ക് ചെയ്യുകയും അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഡ്രസ്സ് മേടിച്ചു കൊടുക്കണം ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ആദ്യം ഷോപ്പിൽ പോവാണ് കേട്ടോ ചെയ്യുന്നത്. അവിടുന്ന് അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഹരി എടുത്തു കൊടുക്കുന്നുണ്ട്. പേയ്മെന്റ് ഒക്കെ ചെയ്തതിന് ശേഷം അവിടുത്തെ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് തന്നെയാണ് കേട്ടോ ശരണ്യ ഡ്രസ്സൊക്കെ മാറുന്നത്. ഡ്രസ്സെല്ലാം മാറിയിട്ട് പുറത്തേക്ക് വരുമ്പോഴേക്കും നിന്നെ കാണാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു രസമുണ്ട്, ഈ ലുക്കിൽ നിന്നെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് ആരും ഒന്ന് കൊതിച്ചു പോകുന്നൊക്കെ പറയണേ. അങ്ങനെ മറ്റാരും കൊതിക്കണ്ട, ഹരിയേട്ടനല്ലാതെ എന്നുള്ള കാര്യമൊക്കെ ശരണ്യ തിരിച്ചു പറയുന്നുണ്ട്. ശരി ശരി, എന്തായാലും എല്ലാവരും എത്തിക്കാണും, നമുക്ക് ഉടനെ തന്നെ പോവാ എന്ന് പറഞ്ഞിട്ട് ബൈക്കിൽ അവളെയും കൂട്ടിയിട്ട് അവര് പറഞ്ഞിരിക്കുന്ന ആ വീട്ടിലെത്താണ് ഇവിടെ ചെയ്യുന്നത്. അവിടെ വീട്ടിലെത്തുന്ന സമയത്ത് ആരും കാണുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ശരണ്യ ചോദിക്കുന്നുണ്ട്, നീയല്ലേ പറഞ്ഞത് ഇത് വലിയ പ്രോഗ്രാമാണ്, ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയാണെന്നൊക്കെ. അവരൊക്കെ ഇപ്പൊ വരും, പിറന്നാൾ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ചേർന്നിട്ട് അമ്പലത്തിൽ പോയിരിക്കുകയാണ്. ഇനി വന്നിട്ട് വേണം ഫംഗ്ഷന്റെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അത് കഴിഞ്ഞ് കേക്ക് കട്ടിയിലും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നിന്നെ ഉടനെ തന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കിക്കോളാം എന്ന് ഹരി പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ശരണ്യക്കാണെന്നുണ്ടെങ്കിൽ ഹരി പറയുന്ന കാര്യങ്ങളൊന്നും അത്ര സംശയമായിട്ട് തോന്നാത്തത് കൊണ്ട് തന്നെ അവള് ഹാളിൽ ഇങ്ങനെ കയറി ഇരിക്കുന്നുണ്ട്. നീ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്, നിനക്ക് എന്തായാലും ഞാൻ വെള്ളം കൊണ്ടുതരാം എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ആ പൊടി കലക്കിയ കോള കൊണ്ടുപോയി കൊടുക്കുവാണ് കേട്ടോ. എനിക്ക് വേണ്ട എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ ശരണ്യ. അതെന്താ, നിനക്ക് ക്ഷീണമൊന്നുമില്ലേ? നീ മാത്രമല്ല ഞാനും കുടിക്കാൻ വേണ്ടി പോവാണ്, നീ പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻക്ക് പൊടി കലക്കിയതും അതുപോലെ തന്നെ ഇവനാണെന്നുണ്ടെങ്കിൽ നോർമൽ കോളയും കുടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പൊടി കലക്കി കുടിച്ച ഉടനെ തന്നെ ഇവൾക്ക് എന്തോ ഭയങ്കര ഒരു ക്ഷീണോ തലകറക്കോ അങ്ങനെ എന്തോ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഹരിയേട്ട എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഒരു തലവേദന പോലെ, നിനക്ക് കിടക്കണമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാം എന്നുള്ള കാര്യം ശരണ്യ ഇങ്ങനെ പറയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവളുടെ ബോധം പൂർണ്ണമായിട്ട് പോകുകയാണ് കേട്ടോ ചെയ്യുന്നത്. ബോധം പോയ ശരണ്യയെ എടുത്തുകൊണ്ട് പോയിട്ട് റൂമിൽ കിടത്തുന്നുണ്ട്. അപ്പോഴേക്കും ഹരിയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാവരെയും വിളിച്ചിട്ട് അങ്ങോട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട്. രോഹിത്തും ഫ്രണ്ട്സും എല്ലാവരും അങ്ങോട്ടേക്ക് എത്തുവാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ട് ശരണ്യയെ യൂസ് ചെയ്യുന്നുണ്ട്. എന്നതിന് ശേഷം അവരൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ രോഹിത് മാത്രം അവിടെ പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. ശരിക്കും രോഹിത്തിനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യുന്ന കാര്യമൊന്നും അത്ര നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷനുണ്ട്. പക്ഷെ അവനെ പെടുത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഹരിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഹരി നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ശരണ്യ മരിക്കുന്നുണ്ട് കേട്ടോ. ഇത്ര സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് ഓട്ടോമാറ്റിക്കലി ബോധം വരേണ്ടതാണല്ലോ. പക്ഷെ അവൾക്ക് ബോധം വരാതെ ആവുകയും അതുപോലെ തന്നെ എല്ലാവരും കൂടി ചേർന്നിട്ട് വെള്ളം കുടഞ്ഞിട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് ജീവനുണ്ടോ എന്നുള്ള കാര്യം. പക്ഷെ അവൾ മരിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും അവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ആ പെണ്ണിനെ കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ രോഹി വീട്ടിലെത്തുന്നുണ്ട്. രോഹിത്തിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. രോഹിത്തിൻ്റെ ആ ഭാവമാറ്റം എല്ലാം കാണുമ്പോൾ എന്തോ ഒരു പന്തികേട് പോലെ എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അതേസമയം ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ അവൻ രാവിലെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവൻ ഹോസ്പിറ്റലിലും എത്തിയിട്ടില്ല, അതുപോലെ തന്നെ അന്ന് കോളേജിലും പോയിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ചുമ്മാ കറങ്ങാൻ വേണ്ടി പോയതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ശരണ്യയുടെ ബോഡി ആണെന്നുണ്ടെങ്കിൽ പോലീസിന് കിട്ടുകയും ശരണ്യയുടെ കൊലപാതകമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുകയും അതിന്റെ അന്വേഷണം നേരെ രോഹിയുടെ നേർക്ക് വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ. രോഹിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താന്നുള്ള കാര്യം നമ്മുടെ അലീനയാണ് കണ്ടുപിടിക്കുന്നത്.
ഹരിയാണ് രോഹിയെ ഇങ്ങനെ ഒരു കുരുക്കിൽ കൊണ്ടുപോയിട്ടതെന്നും പോലീസിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ നമ്മുടെ രോഹിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അലീനയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇത്രയും വലിയൊരു കുരുക്ക് നിന്ന് അലീനയാണ് തന്നെ രക്ഷപ്പെടുത്തിയ എന്നുള്ള ആ ഒരു തോന്നൽ വരുന്നതോട് കൂടിയിട്ട് നമ്മുടെ രോഹിത് ആണെന്നുണ്ടെങ്കിൽ അലീനയുടെ പക്ഷത്തേക്ക് ചേരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ ഹരിക്കിട്ടിട്ട് നല്ല പണിയും കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ അലീനയെ റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചതായിരുന്നല്ലോ, അതിന് രോഹിയും കൂട്ടു നിന്നിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ അലീനയ്ക്ക് അറിയാം. പക്ഷെ ഹരിയെ ഒരു രീതിയിലും വെറുതെ വിടില്ല എന്നുള്ള കാര്യം തീരുമാനിച്ച് നമ്മുടെ അലീന തുനിഞ്ഞിറങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ.